ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ടയുടെ ഡിയോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അത് നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് എഞ്ചിൻ ഓയിൽ മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പീഡോ മീറ്ററിനകത്ത് ബൾബ് തെളിയുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറഞ്ഞത് ഫ്രണ്ട് ജെർക്കിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഗട്ടറൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടിയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഓൾറെഡി കറക്റ്റാണ്. ഫ്രണ്ട് ഭാഗത്ത് നല്ല രീതിയിൽ അടിയുണ്ട്. വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ വളരെ ശോകാവസ്ഥ, ബ്രേക്ക് വളരെ കുറവാണ്. കാരണം ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് ആ ഫ്രണ്ട് കംപ്ലയിൻറ്റ് കൂടാതെ നമുക്ക് അനുഭവപ്പെട്ടൊരു കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട് നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് ആ മൂവ് ആവണ സെക്കൻഡിൽ ക്ലച്ച് പിടിക്കാത്തത് കൊണ്ടുള്ളൊരു ജർക്കിങ് കൂടി കാണിക്കുന്നുണ്ട് വണ്ടിക്ക് കേട്ടോ. നിലവിൽ നമുക്ക് ആ അടിയുടെ കംപ്ലയിൻറ്റ് പറഞ്ഞത് മെയിനായിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ടിലത്തെ ഹാൻഡിൽ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ക്വസ്റ്റ്യൻ അസംബ്ലി ഈ ബുഷുകൾ കംപ്ലയിൻറ്റ് വന്നിട്ടാണ് ആ പ്രോബ്ലം വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ ബുഷൊക്കെ നോക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ പൊട്ടിയൊരവസ്ഥയിലേക്ക് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ബുഷാണെങ്കിൽ ഫുള്ള് പൊടിഞ്ഞ് താഴേക്ക് പോരുകയും ചെയ്തു. അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വീൽ അഴിക്കണ സമയത്ത് നമുക്ക് ബ്രേക്ക് കേബിളൊക്കെ ഇത് ചെയ്യേണ്ടതുണ്ട്, അഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അഴിക്കുന്ന സമയത്ത് അതൊക്കെ ഫുൾ ടൈറ്റാണ്. അതേപോലെ തന്നെ ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കേബിളുകൾ ഇതുമേന്ന് പൊട്ടി തന്നെ പോകുന്നതാണ്. കാരണം അത്രയ്ക്കും ടൈറ്റായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകളൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിളൊക്കെ പൊട്ടിയ ഒരു അവസ്ഥയിലാണ് കേട്ടോ. ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വെട്ടിത്തേയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വബ്ലിങ്, അതായത് വണ്ടി നമ്മളിപ്പോൾ നല്ല സ്പീഡിലൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് കൈയൊക്കെ വിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വെട്ടൽ കാണിക്കും. അപ്പോൾ അത് ടയറിൻ്റെയാണ്. തൽക്കാലം അതൊന്നും ചെയ്യേണ്ട, തൽക്കാലം അങ്ങനെ നിർത്തിയേക്കാം. ടയറിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് അറിഞ്ഞിരുന്നാൽ മതി. ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കോൺസെപ്റ്റ് അത് അടിയുണ്ട്. അപ്പോൾ നമുക്കത് തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം, ടൈറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ടും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ എസ്റ്റിമേറ്റിനകത്ത് അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. അത് ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ. ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് മാറ്റിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നിലവിൽ ഫ്രണ്ടിലത്തെ അടി മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബുഷ് പോയേക്കണതും ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആ അടിക്കണതിൻ്റെ മൊത്തം കാണിച്ചേക്കണത്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. കൂട്ടത്തിൽ കൂടെ നമുക്ക് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റി വിടാം. ബാക്കിലത്തെ ബ്രേക്ക് ഫുള്ള് തീർന്ന് നിൽക്കണേ, അതും വേണമെങ്കിൽ കൂട്ടത്തിൽ മാറ്റാവുന്നുള്ളൂ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്ന പറഞ്ഞിട്ടുണ്ട്. ഓയിൽ നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. എത്രയും ഭാഗമാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണേ. വണ്ടിക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ കൂടി പറഞ്ഞ വർക്കുകൾ ഇത് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ഗട്ടർ ചാടും അടി, സ്പീഡോമീറ്ററിനകത്ത് ബൾബ് കളിയുന്നില്ല, എഞ്ചിൻ ഓയിൽ മാറ്റുന്നില്ല. ജനറൽ സർവീസായിട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗവും ചെക്ക് ചെയ്യുള്ളൂ. അതല്ലാത്ത കേസ് നമ്മൾ ഈ പറയുന്ന കംപ്ലയിൻസുകൾ മാത്രമാണ് നമ്മൾ ക്ലിയർ ചെയ്യാറുണ്ട്. വേറെ എന്തെങ്കിലും നമുക്ക് ഓടിച്ചു നോക്കിയപ്പോൾ ബ്രേക്കിൻ്റെ കേസും ക്ലച്ചിനകത്ത് അങ്ങനെ കംപ്ലയിൻറ്റ് കണ്ടതുകൊണ്ട് ഇൻഫോം ചെയ്തെന്നുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കംപ്ലയിൻറ്റ് കസ്റ്റമറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു മാത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ബോൾ റൈസർ അടക്കം ഫോൺ സെറ്റ് അടക്കം മാറ്റി വന്നാൽ നമുക്ക് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.